അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിച്ച് രാജ്യം. ഡൽഹിയിൽ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജ്ഡ് എ ലീഡർ എന്ന പുസ്തകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് പുസ്തകം. കൂടാതെ തുടർച്ചയായി പ്രധാനമന്ത്രിയെ പ്രശംസിച്ച ശശി തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചു. പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നായിരുന്നു തരൂരിന്റെ മറുപടി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതും ഒപ്പം അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ ധീരന്മാരെ ആദരിക്കുന്ന തരത്തിലും വിവിധ പരിപാടികളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയിട്ടുള്ളത്. രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ BJPയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രതികരിച്ചിട്ടുള്ളത് രാജ്യത്തെ ഇരുട്ടിലാക്കി അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും തടവറയിലാക്കിക്കൊണ്ട് രാജ്യം ഭരിച്ച 2 വർഷങ്ങളായിരുന്നു അടിയന്തരാവസ്ഥയുടേത്. അതിന് കാരണക്കാരായിട്ടുള്ള കോൺഗ്രസിന് ഭരണഘടനയെക്കുറിച്ചോ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചോ സംസാരിക്കാനോ അല്ലെങ്കിൽ അതെന്താണ് എന്ന കാര്യം മനസ്സിലാക്കാനോ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന പ്രതികരണം JP നദ്ദ നടത്തിയിരുന്നു. കൂടാതെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പുസ്തകം തന്നെ രാജ്യത്തിന് പരിചയപ്പെടുത്തി. എമർജൻസി ഡയറീസ് എന്ന പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് സംഘത്തിൻ്റെ പ്രചാരകരായിരുന്ന നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അന്ന് സംഘത്തെ നിയന്ത്രിച്ചപ്പോൾ RSSനെ നിയന്ത്രിച്ചപ്പോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൂടാതെ ഗുജറാത്ത് ലോക് സംഘർഷ സമിതിയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവ വിശദീകരിക്കുന്ന പുസ്തകമാണ് പ്രധാനമന്ത്രി പരിചയപ്പെടുത്തിയിട്ടുള്ള. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിപാടികളാണ് അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടിനോടനുബന്ധിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ കറുത്ത ദിനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ആ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം, ഇസ്രായേലിൽ നിന്ന് 224 ഭാരതീയരുമായി പ്രത്യേക വിമാനം, വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് പാലം എയർബേസിൽ എത്തിയിരുന്നു. നിലവിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും തിരിച്ചു വരാൻ തയ്യാറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതിനാഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാരെയും തിരിച്ചെത്തിക്കാം എന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധു തുടരും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് 224 പേരുമായി ഇസ്രായേലിൽ നിന്നുള്ള പ്രത്യേക വിമാനമാണ് എത്തിയിട്ടുള്ളത്. ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ആ 2 രാജ്യങ്ങളുടെയും അയൽ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പൗരന്മാരെ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് വ്യോമമാർഗമാണ് ഭാരതീയരെ തിരിച്ചെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയർക്കൊപ്പം തന്നെ ശ്രീലങ്ക, നേപ്പാളി പൗരന്മാരെയും ഭാരതത്തിൻ്റെ രക്ഷാദൗത്യം സിന്ധുവിലൂടെ തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ലോകത്തെവിടെയാണെങ്കിലും ഭാരതീയരെ സംരക്ഷിക്കാൻ ഇന്ന് രാജ്യത്തിന് കഴിവുണ്ട് എന്ന പ്രതികരണവും പാലം എയർബേസിൽ ഇന്ന് തിരിച്ചെത്തിയ ആളുകളെ സ്വീകരിക്കാനെത്തിയ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ പ്രതികരിച്ചിരുന്നു. കൂടാതെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നവരുടെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ത്രിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് ഭാരത സർക്കാരിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം തന്നെ നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത്. കൂടാതെ ഇന്ന് ശശി തരൂരുമായി ബന്ധപ്പെട്ട് ആദ്യമായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി തരൂരിനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുകയായിരുന്നു. നേരത്തെയും പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും തരൂർ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിലും ആ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസം ദ ഹിന്ദുവിൽ നൽകിയിട്ടുള്ള ലേഖനത്തിൽ പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തുകയും ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഊർജ്ജവും എടുത്തു കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശംസ ശശി തരൂർ നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും തരൂരിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് രാജ്യമാണ് ആദ്യം, പക്ഷേ ചിലർക്ക് മോദിയാണ് പ്രധാനം, അവർക്ക് രാജ്യം രണ്ടാമതാണ് എന്ന പ്രസ്താവനയാണ് ഖാർഗെ നടത്തിയിട്ടുള്ളത്. കൂടാതെ ഇംഗ്ലീഷ് ഉൾപ്പെടെ ഭാഷ അറിയാവുന്നതുകൊണ്ടാണ് ശശി തരൂരിനെ ഇപ്പോഴും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്ന വിമർശനം കൂടിയും ഖാർഗെ ഉന്നയിക്കുമ്പോൾ തരൂരിനെ ഇനിയും പാർട്ടിക്കുള്ളിൽ കയറൂരി വിടണ്ട എന്ന മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ പ്രതികരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചത് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഖാർഗെയുടെ പ്രതികരണത്തിന് തൊട്ടു മുൻപേ തന്നെ വളരെ കൃത്യമായ മറുപടി, ചുട്ട മറുപടി ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പറക്കുന്നതിന് അല്ലെങ്കിൽ ആകാശം ആരുടെയും സ്വന്തമല്ല, ചിറകുകൾ തൻ്റേതാണ്, പറക്കുന്നതിന് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന പ്രതികരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്.
ഇത്തരത്തിൽ പ്രതികരണം നടത്തിക്കൊണ്ട് ശശി തരൂർ കോൺഗ്രസിൽ തന്നെ തുടരുമോ, പാർട്ടി വിടുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. വരും ദിവസങ്ങളിലും നാളെയും അടുത്ത മണിക്കൂറുകളിലും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഉണ്ടാകും. ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിലവിൽ ദേശീയ അധ്യക്ഷൻ തന്നെ തരൂരിനെ വിമർശിച്ച പശ്ചാത്തലത്തിൽ മറ്റ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നും ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കൂടാതെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇനിയും കൂടുതൽ വിമാനങ്ങൾ വരും മണിക്കൂറുകളിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്.